നമുക്ക് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് എങ്ങനെ ലോഗിൻ ചെയ്യാൻ നോക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസും പറഞ്ഞുതരാം. ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് വരും. ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലെ ആ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഗിൻ എന്ന് കാണാൻ പറ്റും. ആ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. ഞാനിപ്പോൾ ഒരുപാട് ഐ ഡീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 200 കൂടുതൽ ഐ ഡീസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പറയാൻ പറ്റും. ഇതിലിപ്പോൾ എൻ്റെ ഒരു ഐ ഡി ഞാൻ കൊടുക്കുകയാണ്. ലോഗിൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതാണ് ഐ ഡി. ഈ ഒരു ഐ ഡിയിൽ ഞാൻ 12,273 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. ആ ജോയിനിങ് ഡേറ്റ് ഇവിടെ അറിയാൻ പറ്റും, 17-ാം തീയതി. ഇവിടെ ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. കാരണം വാലറ്റ് ടു വാലറ്റ് ട്രാൻസ്ഫർ ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ഐ ഡി കയറി ക്യാഷ് എടുത്ത് മാറ്റാൻ പറ്റും. സോ അതിന് മുമ്പായിട്ട് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ ഇടതുവശത്തെ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും 3 ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ പ്രൊഫൈൽ കാണാൻ പറ്റും, പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. ഇവിടെ ചേഞ്ച് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പഴയ പാസ്വേഡ് 12345 ആയിരിക്കും, അത് കൊടുക്കുക. ന്യൂ പാസ്വേഡ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒന്നേന്ന് ലോഗിൻ ചെയ്യണം. ഓക്കെ, ഒന്നേന്ന് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്പർ ഐ ഡി കൊടുക്കുക, പുതിയ പാസ്വേഡ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിവിടെ എങ്ങനെ ഒരു പുതിയൊരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം ചെയ്യാനുള്ളത്, നമ്മൾ ആരെയാണോ ജോയിൻ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര്, ഫോൺ നമ്പർ, സിറ്റി മേടിക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ഇടതുവശത്തെ 3 ലൈൻ സെലക്ട് ചെയ്യുക. വീണ്ടും 3 ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ വാലറ്റ് റിക്വസ്റ്റ് എന്ന് കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. ഇവിടെ പേ റിക്വസ്റ്റ് എന്ന് കാണാൻ പറ്റും, പേ റിക്വസ്റ്റ് സെലക്ട് ചെയ്യുക. ഇത് കമ്പനിയുടെ QR കോഡാണ്. ഈ QR കോഡ് നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അവരോട് ഈ അക്കൗണ്ടിലേക്ക് ക്യാഷ് സെൻഡ് ചെയ്യാൻ പറയുക. സെൻഡ് ചെയ്തതിന് ശേഷം ആ ഒരു 12 ഡിജിറ്റ് UTR നമ്പർ നമ്മൾ മേടിച്ചിട്ട് നമ്മുടെ സൈറ്റിൽ തന്നെ ഇവിടെ സെലക്ട് ബാങ്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, നോ പ്രോബ്ലം. ഓക്കെ, GPay സെലക്ട് ചെയ്യുക. എൻ്റർ എമൗണ്ട് 600 റുപ്പീസ് ടൈപ്പ് ചെയ്യുക. എൻ്റർ ട്രാൻസാക്ഷൻ ID, നമ്മുടെ ആ ജോയിൻ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ച വ്യക്തി അയച്ചു കൊടുക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ ID ഉണ്ടല്ലോ, ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. സെലക്ട് ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് ആ ഡേറ്റും കൂടി സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ സെൻഡ് ടു അഡ്മിൻ എന്നൊരു പേജ് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിനി ചെയ്യാനുള്ളത്, ഇവിടെ കമ്പനിയുടെ നമ്പർ കാണാൻ പറ്റും. ഗ്രോവർ എന്ന് എഴുതി തൊട്ട് താഴെ നമ്പർ കാണാൻ പറ്റും, 8903223661. ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഇടണം. മെസ്സേജ് എങ്ങനെയാണ്, നമ്മുടെ ID നമ്പർ കൊടുക്കുക. അതിനുശേഷം പേ റിക്വസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി എന്ന് അയച്ചു കൊടുക്കുക. ഈ മെസ്സേജ് കണ്ടതിന് ശേഷം കമ്പനി തിരിച്ച് റിപ്ലൈ സക്സസ് എന്നൊരു റിപ്ലൈ തരും. അങ്ങനെ ഒരു റിപ്ലൈ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ ഇടതുവശത്ത് 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. 3 ലൈൻ വീണ്ടും സെലക്ട് ചെയ്യുക. ഇവിടെ ടീം എന്ന് കാണാൻ പറ്റും, ആ ടീം സെലക്ട് ചെയ്യുക. ജീനോളജി സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ എൻ്റെ താഴെ ഒരുപാട് പേര് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പേരിവിടെ കാണാൻ പറ്റും. ഓക്കെ, തൊട്ട് താഴെ 2 സൈഡും ഒഴിവായിരിക്കും. ഇപ്പോൾ എനിക്കിവിടെ ഫില്ലായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞ ഭാഗം സെലക്ട് ചെയ്ത് തരാം. നോക്കട്ടെ, നമുക്ക് താഴെ നോക്കാൻ വേണ്ടി ഇവിടെയുള്ള ആ ഒരു ചിഹ്നം ഉണ്ടല്ലോ ഓരോ പേരിൻ്റെ, ആ ചിഹ്നം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ താഴെയുള്ള ആൾക്കാരെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കുമ്പോൾ ഇതുപോലെ ജോയിൻ എന്ന് കാണാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു ജോയിൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമ്പനി ക്യാഷ് അയച്ച് കൊടുക്കുമ്പോൾ ആ എമൗണ്ട് ഇവിടെ വാലറ്റ് എന്ന ഭാഗത്ത് വന്നിട്ടുണ്ടാകും. അതും കൂടെ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്പോൺസർ ID, നിങ്ങളുടെ ID കൊടുക്കുക. പ്ലേസ്മെൻറ്റ് ID എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്തത് അതാണ് കേട്ടോ, അത് നോക്കേണ്ട ആവശ്യമില്ല. സ്പോൺസർ ID നിങ്ങളുടെ ID കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്പോൺസറിങ് കിട്ടുകയുള്ളൂ. എൻ്റർ എമൗണ്ട് 600 റുപ്പീസ്. ആപ്ലിക്കേറ്റ് നെയിം, ആ വ്യക്തിയുടെ പേര്, സിറ്റി, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. I agree ടിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീണ്ടും ഈ ഒരു പേജിന് വരും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. ശരിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സബ്മിറ്റ് ചെയ്യുക. ഒരു 3-4 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് യൂസർ ഐ ഡിയും പാസ്വേഡ് അടങ്ങിയ ഒരു പേജ് വരും. അത് സ്ക്രീൻഷോട്ടാക്കി നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അതിന് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. വീണ്ടും 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൊഫൈൽ കാണാൻ പറ്റും, ആ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. വ്യൂ എഡിറ്റ് പ്രൊഫൈൽ സെലക്ട് ചെയ്യുക.
ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. ഇമെയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അഡ്രസ്സും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒള്ളി ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് നെയിം, പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ പേര്, ബ്രാഞ്ച്, IFSC കോഡ് അത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഈ ഒരു 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും 3 ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻകം റിപ്പോർട്ട് എന്ന് കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് 100ൻ്റെ മൾട്ടിപ്പിളായിട്ട് എമൗണ്ട് എൻ്റർ ചെയ്ത് വിഡ്രോ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുത്താൽ മതി. ഇവിടെ ഫസ്റ്റ് വിഡ്രോയിൽ 100ഉം അതിന് ശേഷമുള്ള വിഡ്രോയിൽ 300ന് മുകളിലുമാണ്. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് വിഡ്രോയിൽ വരാൻ വേണ്ടി ആ കമ്പനിയുടെ വാട്സാപ്പിലേക്ക് നമ്മുടെ ID നമ്പർ സെൻഡ് ചെയ്തിട്ട് പ്ലീസ് വിഡ്രോ എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. പുള്ളി പെട്ടെന്ന് തന്നെ ക്യാഷ് വിഡ്രോ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്. ഇനിയുള്ളത് വാലറ്റ് ടു വാലറ്റ് ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മുടെ ഈ എമൗണ്ട് മറ്റൊരു വാലറ്റിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ വീണ്ടും ക്ലിക്ക് ചെയ്യുക. വീണ്ടും സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻകം റിപ്പോർട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻകം ട്രാൻസ്ഫർ ടു വാലറ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ട്രാൻസ്ഫർ ടു യൂസർ ID, ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ യൂസർ ID കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഈ ഒരു പേജ് വരും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ശരിയാണെങ്കിൽ വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ആയി കാണും. ഓക്കെ, ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് നമ്മുടെ വിഡ്രോവൽ വാലറ്റിൽ വരില്ല. അത് വരുന്നത് ന്യൂ ജോയിനിങ് വാലറ്റിലായിരിക്കും. ഓക്കെ, അത് വരുന്നത് ന്യൂ ജോയിനിങ് വാലറ്റിലായിരിക്കും, അല്ലെങ്കിൽ അപ്ഗ്രേഡ് വാലറ്റിലായിരിക്കും. ഇനി എങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം. അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്യുക. വീണ്ടും സെലക്ട് ചെയ്യുക. മെമ്പർ ടോപ്പപ്പ് എന്ന് കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. മെമ്പർ ID അപ്ഗ്രേഡ് സെലക്ട് ചെയ്യുക. നമുക്ക് 60ൻ്റെ മൾട്ടിപ്പിളായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ, മീൻസ് 60ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഈ 60ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ID താഴെ ക്രിയേറ്റ് ചെയ്യാം. സബ്മിറ്റ് എടുക്കുമ്പോൾ വീണ്ടും സബ്മിറ്റ് എടുക്കുമ്പോൾ 0, 10%, 30% അങ്ങനെ കാണിക്കും. 100% ആകുമ്പോൾ ഒരു അപ്ഗ്രേഡ് നടക്കും. അങ്ങനെ നമുക്ക് 60ൻ്റെ എത്ര വേണമെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ വാലറ്റിൽ വരുന്ന എമൗണ്ട് നമുക്ക് എങ്ങനെ അപ്ഗ്രേഡ് വാലറ്റിലേക്ക് മാറ്റാം. അതും സെയിം സംഭവം തന്നെയാണ്. ആ 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും 3 ലൈൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻകം റിപ്പോർട്ട് സെലക്ട് ചെയ്യുക. ഇൻകം ട്രാൻസ്ഫർ ടു വാലറ്റ്. ഇപ്പം നമ്മുടെ മെയിൻ വാലറ്റിലെ എമൗണ്ട് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട എമൗണ്ട് എന്ത് ചെയ്യണം, ഇവിടെ ടൈപ്പ് ചെയ്യുക. നമ്മുടെ സ്വന്തം ID താഴെ ടൈപ്പ് ചെയ്താൽ മതി. ഈ എമൗണ്ട് നമ്മുടെ അപ്ഗ്രേഡ് വാലറ്റിലേക്ക് പോയിക്കോളും. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാം, അതല്ലെങ്കിൽ അപ്ഗ്രേഡിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.